സ്വർണത്തിന്റെ വില കുതിച്ചുയരുമ്പോൾ ഇത് എങ്ങോട്ടായി പോക്കിയെന്ന് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. ഈ തിളങ്ങുന്ന ലോഹം ഭൂമിയിലെത്തിയത് എവിടെ നിന്നാണെന്ന് ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുമുണ്ടാകും. ഭൂമിയിലെ സ്വർണ്ണ ഖനികളിൽ നിന്നാണ് എന്ന ഉത്തരം നമ്മൾ സാധാരണയായി പറയാറുണ്ടെങ്കിലും സ്വർണത്തിന്റെ ഉദ്ഭവകഥ ഭൂമിയേക്കാൾ പഴക്കമുള്ളതാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും ഭീമാകാരമായ നക്ഷത്രങ്ങളുടെ സൂപ്പർനോവ വിസ്ഫോടനത്തിലൂടെയാണ് സ്വർണം പോലുള്ള ഭാരമേറിയ മൂലകങ്ങൾ രൂപപ്പെട്ടതെന്നാണ് പ്രബലമായ സിദ്ധാന്തം. ഈ പ്രപഞ്ച വിസ്മയങ്ങൾക്കിടയിൽ നമ്മുടെ സൗരയൂഥത്തിൽ തന്നെയുണ്ട് ഒരു പൊന്നിന്റെ കൂമ്പാരം, സൈക്കി 16 എന്ന ചിഹ്നഗ്രഹം. ഈ ചിഹ്നഗ്രഹം അതിന്റെ സമ്പന്നതയുടെ പേരിൽ അതിപ്രശസ്തനാണ്. ഏകദേശം 10,000 ക്വാഡ്രില്യൺ $US മൂല്യം കണക്കാക്കപ്പെടുന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിയിലെ മുഴുവൻ രാജ്യങ്ങളുടെയും മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ ആകെത്തുകയേക്കാൾ വലുതാണ്. സ്വർണം, ഇരുമ്പ്, നിക്കൽ, പ്ലാറ്റിനം, ഇരിഡിയം, റിനിയം തുടങ്ങിയ അമൂല്യ ലോഹങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ സൈക്കി 16 ഒരു തരി ലഭിക്കുന്ന ഒരാൾക്ക് നിലവിൽ ലോകത്തിലെ ഏറ്റവും ധനികനായ ഇലോൺ മസ്കിനേക്കാൾ സമ്പത്തുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. സൈക്കി 16 വെറും ഒരു ലോഹക്കട്ട മാത്രമല്ല. അടുത്തിടെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി നടത്തിയ പഠനങ്ങളിൽ ഈ ചിഹ്നഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ ജലാംശത്തിന്റെ അടയാളങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് സൈക്കി 16 ഭൂതകാലം ശാസ്ത്രജ്ഞർ ഇതുവരെ സങ്കല്പിച്ചതിലും വളരെ സങ്കീർണമായതായിരിക്കാമെന്നാണ് സൂചന നൽകുന്നത്. 1882 ഇറ്റലിയിലെ നേപ്പിൾസിൽ വാനനിരീക്ഷകനായ അനിബൽ ഡി ഗസാരിസ് ആണ് ഈ ചിഹ്നഗ്രഹം കണ്ടെത്തിയത്. 2023 മാർച്ചിൽ ജ്യോതിശാസ്ത്രജ്ഞർ ജെയിംസ് വെബ് ടെലിസ്കോപ്പിനെ സൈക്കിയുടെ ഉത്തര ധ്രുവത്തിലേക്ക് തിരിച്ചു. അപ്പോൾ ഒരു ഹൈഡ്രോക്സൈഡ് സിഗ്നേച്ചർ കണ്ടെത്തി. ഇത് തുരുമ്പിന്റെ രൂപത്തിൽ വെള്ളം ചിഹ്നഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകാമെന്നതിന്റെ ഒരു രാസ സൂചനയാണ്. ഈ പുതിയ കണ്ടെത്തൽ സൈക്കി 16 കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിയെഴുതുന്ന ഒന്നാണ്. സ്വർണം ഉൾപ്പെടെയുള്ള അമൂല്യ ലോഹങ്ങളാൽ സമ്പന്നമായ ഒരു ലോകം അതിന്റെ ഉപരിതലത്തിൽ ജലാംശവും പേറുന്നു എന്നത് ബഹിരാകാശ പഠനങ്ങളിൽ പുതിയ വാതായനങ്ങൾ തുറക്കുന്നതാണ്. ചിഹ്നഗ്രഹങ്ങൾ രൂപപ്പെട്ടതിനെ കുറിച്ചും സൗരയൂഥത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഈ കണ്ടെത്തൽ സഹായിച്ചേക്കും. സ്വർണത്തിന്റെ ഉത്ഭവ കഥയും സൈക്കി 16 കുറിച്ചുള്ള പുതിയ വിവരങ്ങളും പ്രപഞ്ചം എത്രമാത്രം വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ഈ പഠനങ്ങൾ മനുഷ്യരാശിയുടെ ബഹിരാകാശ പര്യവേഷണങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുമെന്നതിൽ സംശയമില്ല.